നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. ഭരണസമിതിയെ താഴെയിറക്കാൻ യു.ഡി.എഫും എൽ.ഡി.എഫും കൈകോർക്കുമോ? ബി.ജെ.പി. കൗൺസിലർ സുഗതൻ അടക്കം ജയിലിൽ തുടരുന്ന പശ്ചാത്തലത്തിൽ വലിയ വെല്ലുവിളിയാണ് ബി.ജെ.പി. മേയർ വി രാജേഷും സംഘവും നേരിടുന്നത്. യു.ഡി.എഫ് കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ സി.പി.എം. കൗൺസിലർമാർ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിൽ സാധ്യത തള്ളാതെയാണ് മുൻമന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു.ഡി.എഫ് കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ എൽ.ഡി.എഫ് തള്ളിക്കളയില്ല. ബി.ജെ.പിയെ ഭരണത്തിൽ നിന്ന് മാറ്റാൻ ലഭിക്കുന്ന ആദ്യ ആയുധമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യു.ഡി.എഫുമായി വ്യത്യസ്തമായ രാഷ്ട്രീയമാണ് ഇടതുപക്ഷത്തിനുള്ളതെങ്കിലും ബി.ജെ.പിയെ ഭരണത്തിൽ നിന്ന് താഴെയിറക്കുക എന്ന കാര്യത്തിൽ ഉറച്ച നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത്. കോർപ്പറേഷനിൽ ബി.ജെ.പി. ഭരണം അവസാനിപ്പിക്കാൻ എന്തു വില കൊടുത്തും പാർട്ടി മുന്നോട്ടു പോകും. അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലെ മറ്റു മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി അന്തിമ തീരുമാനമെടുക്കും. ആരവിശ്വാസം കൊണ്ടുവന്നാലും അതിനെ എതിർക്കേണ്ട രാഷ്ട്രീയ സാഹചര്യമില്ല. ബി.ജെ.പി. ഭരണസമിതി പൂർണ്ണ പരാജയമാണെന്നും അവർ അടിയന്തരമായി രാജിവെച്ചൊഴിയണം. കോർപ്പറേഷനിൽ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്. ദൈനംദിന ആവശ്യങ്ങൾക്കായി ഓഫീസിലെത്തുന്ന ജനങ്ങൾക്ക് യാതൊരുവിധ പരിഹാരവും ലഭിക്കുന്നില്ല. ബി.ജെ.പിയിലെ 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ചട്ടപ്രകാരമല്ല നടത്തിയതെന്ന കോടതി വിധി നിലവിലുണ്ടെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. അതേസമയം കോർപ്പറേഷനിലെ ഭരണത്തിൽ എൻ.ഡി.എക്ക് ഒപ്പം ഉറച്ചു നിൽക്കുമെന്ന് സ്വതന്ത്ര കൗൺസിലർ പാറ്റൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. കോർപ്പറേഷനിൽ ഭരണപ്രതിസന്ധി ഇല്ലെന്നും അവിശ്വാസ പ്രമേയത്തിന്റെ ആവശ്യമില്ലെന്നും പാറ്റൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഭരണസ്തംഭനം ഉണ്ടെന്ന് തനിക്ക് തോന്നിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എൽ.ഡി.എഫിനും യു.ഡി.എഫിനുമൊക്കെ ഈ ഭരണ സംവിധാനത്തെ അവിശ്വസിക്കാം. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയോടെയല്ല മത്സരിച്ചത്. എനിക്ക് അവിശ്വാസം തോന്നത്തക്ക വിധത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. ഔദ്യോഗികമായി പ്രതിപക്ഷത്തു നിന്ന് ഇതുവരെയും ക്ഷണം ഉണ്ടായിട്ടില്ല, അദ്ദേഹം പറഞ്ഞു. ആർ സുഗതൻ കുറ്റാരോപിതൻ മാത്രമാണെന്നും ഭരണപരമായ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും പാറ്റൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. സുഗതൻ കുറ്റാരോപിതൻ മാത്രമാണ്, കുറ്റക്കാരൻ എന്ന് വിധിക്കേണ്ടത് കോടതിയാണ്, അദ്ദേഹം പറഞ്ഞു. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനാണ് യു.ഡി.എഫ് പാർലമെന്ററി പാർട്ടിയുടെ തീരുമാനം. എൽ.ഡി.എഫ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നിർണായകം. എന്നാൽ ഇത് രാഷ്ട്രീയമായി തീരുമാനിക്കേണ്ട വിഷയമാണെന്നും രാഷ്ട്രീയ പരിശോധനയ്ക്ക് തയ്യാറാകുമെന്നും എൽ.ഡി.എഫ് വ്യക്തമാക്കി.